തൊട്ടടുത്തുള്ള രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഗൾഫ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഇപ്പോൾ ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന രീതി, ആ ഒരു ശക്തി ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്ന് അമേരിക്കയുടെ ഉന്നത സൈനിക വൃത്തങ്ങൾ അവകാശപ്പെടുകയാണ്. നേരത്തെ ഏത് രൂപത്തിലാണോ ആക്രമണം നടത്തിയിരുന്നത് അതിൻ്റെ 7 അയലത്ത് നിൽക്കാൻ പോലുമുള്ള ശക്തിയിലല്ല ഇറാൻ ഇപ്പോഴുള്ളത് എന്ന കാര്യമാണ് US അഡ്മിറൽ പറഞ്ഞിരിക്കുന്നത് എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. മാത്രമല്ല, യുദ്ധവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുതിയ ചില സമീപനങ്ങൾ വന്നിരിക്കുന്നത് പരമ്പരാഗത ശത്രുക്കളെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന അമേരിക്കയും ചൈനയും ചേർന്നിട്ട് ഒരു കാരണവശാലും ഇറാൻ്റെ ആണവായുധ സംസ്കരണത്തെ, സമ്പുഷ്ടീകരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന പ്രതിജ്ഞ എടുത്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിനുവേണ്ടി ട്രംപ് ഏതായാലും ചൈനയിലെത്തുകയും ചൈനീസ് പ്രസിഡന്റുമായി സംസാരിക്കുകയും തുടർ ചർച്ചകൾക്ക് വേണ്ടി സെപ്റ്റംബറിൽ 1 അമേരിക്കയിലേക്ക് വരണമെന്ന് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു എന്നും റിപ്പോർട്ട് വരികയാണ്. പുതിയൊരു സാഹചര്യം ഉടലെടുത്ത് വന്നത് ഇന്ന് 10-20-ലധികം കപ്പലുകൾ ഇന്നലെ രാത്രിയും ഇന്നുമായിട്ട് ഹോർമൂസ് കടലിടുക്ക് കടന്നുപോയി എന്ന അറിയിപ്പ് ഇറാൻ്റെ മീഡിയ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നാളിതുവരെ തടഞ്ഞു വയ്ക്കപ്പെട്ടിരുന്ന പല കപ്പലുകളും, അതിൽ കൂടുതലും ചൈനീസ് കപ്പലുകളാണ് എന്നും വിവരമുണ്ട്, അതൊക്കെ സുരക്ഷിതമായി കടത്തിവിട്ടു. അതിലൊക്കെയും എണ്ണയാണ്. പല രാജ്യങ്ങളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണ കണ്ടെയ്നർ കണക്കിന് ഇങ്ങനെ ഷിപ്പുകളിലാക്കി വച്ചിരുന്നത്, 2 മാസത്തിലധികമായി തടഞ്ഞു കിടന്നത്, അതെല്ലാം ഇപ്പോൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു. മാർക്കറ്റിൽ അതിൻ്റെ പ്രതിഫലനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ എണ്ണ മാർക്കറ്റ് നീങ്ങുന്നത്. ഇന്ന് ഫുജേറയിലൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നൊരു വാർത്ത ആദ്യം വന്നത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫുജേറയിലെ പെട്രോളിയം ഇൻഡസ്ട്രീസ് ഏരിയയിൽ ഒരു പുക ഉയർന്നതും അതൊരു ചെറിയ ആശങ്ക കുറച്ച് നേരത്തേക്ക് ഉണ്ടാക്കിയതും എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ ഔപചാരികമായിട്ട് അതിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. അത് ഡ്രോണോ മിസൈലോ വന്ന് വീണതൊന്നുമല്ല. അവിടെ റൊട്ടീൻ മെയിൻ്റനൻസ് പരിപാടി നടക്കുമ്പോൾ പൈപ്പ് ലൈനിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട പുകയാണ്, അല്ലാതെ ഒരു ആക്രമണവുമായി ഇതിന് ബന്ധമില്ല എന്ന് തന്നെയാണ് ഔപചാരിക കേന്ദ്രങ്ങൾ, ഫുജേറ മീഡിയ ഓഫീസൊക്കെ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നൊരു കാര്യം കൂടി നമ്മൾ ഈ രാത്രി മനസ്സിലാക്കണം. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു മാർച്ച് 26-ാം തീയതി UAE വന്നു, രഹസ്യമായിട്ട് സന്ദർശനം നടത്തി, ഭരണാധികാരികളെ കണ്ടു എന്ന രൂപത്തിലൊക്കെ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് കൊടുത്തിരുന്നു. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് UAE വിദേശകാര്യ മന്ത്രാലയം കൃത്യമായ റിപ്പോർട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സന്ദർശനം ഉണ്ടായിട്ടില്ല. ഊഹാപോഹങ്ങൾ മാത്രമാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. യാതൊരു തരത്തിലുള്ള വിസിറ്റും ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല UAE. മാത്രമല്ല, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എബ്രഹാം കരാർ എന്ന് പറഞ്ഞ് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന വിധത്തിൽ ഇസ്രായേലും UAE ബന്ധമൊക്കെ പരാമർശിക്കുന്ന, സൗദി അറേബ്യയും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം പരാമർശിക്കുന്ന, മറ്റ് ഗൾഫ് രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ ഈ ഇസ്രായേലുള്ള ബന്ധം പരാമർശിക്കുന്ന ആ കരാറിന് പുറത്തു നിന്നുകൊണ്ടൊരു ബന്ധമില്ല. കരാർ എന്ത് പറയുന്നു, ആ ബന്ധത്തിൽ മാത്രമാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്ന കാര്യം എല്ലാവരും അറിയണമെന്നും ഫോറിൻ മിനിസ്ട്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. ചൈന അമേരിക്കയ്ക്ക്, പ്രത്യേകിച്ച് പ്രസിഡന്റിന് ഒരു കാര്യത്തിൽ ഉറപ്പ് നൽകിയെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരു കാരണവശാലും ചൈന യാതൊരു വിധത്തിലുള്ള സൈനിക സപ്പോർട്ടും ഇറാന് കൊടുക്കുകയില്ല എന്ന കാര്യം ഉറപ്പിച്ചു പറഞ്ഞു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഈ ചൈനയും റഷ്യയുമൊക്കെ ഇറാന് സഹായം കൊടുക്കുന്നു എന്നത് ലോകത്ത് അറിയപ്പെടുന്ന പാട്ടായി മാറിയ കാര്യമാണ്. ആ വിഷയത്തിൽ ഇപ്പോൾ വൈറ്റ് ഹൗസിൽ നിന്ന് ട്രംപ് പറയുന്ന ഈ വിഷയത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നൊക്കെ മാധ്യമങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന രാത്രി കൂടിയാണ് ഈ മെയ് 14 രാത്രി. ഇന്നത്തെ രാത്രിയിൽ ഒരു കാര്യം കൂടി പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ എന്ന നേതാവ്, നാളിതുവരെ പ്രതിപക്ഷ നേതാവായിരുന്ന നേതാവ്, ഇതാ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുമ്പോൾ, തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ വലിയ പ്രതീക്ഷ ഇവിടെ പ്രവാസി മലയാളികളും വച്ചു പുലർത്തുകയാണ്. പ്രവാസി മലയാളികളുടെ ക്ഷേമത്തിന് വേണ്ടി ഇവിടെ പലവട്ടം വന്നിട്ടുള്ള, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന, യാഥാർത്ഥ്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന VD സതീശൻ എന്തെങ്കിലുമൊക്കെ കാര്യമായ ചില ഇടപെടലുകൾ നടത്തും. അത് വിമാന ടിക്കറ്റിൻ്റെ കാര്യത്തിലാവട്ടെ, ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാവട്ടെ, പെൻഷൻ്റെ കാര്യം, യാത്രയുടെ കാര്യം, മറ്റെന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടെങ്കിൽ അതെല്ലാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഒരു പ്രതീക്ഷാ നിർഭരമായ കാത്തിരിപ്പിലേക്ക് പ്രവാസികൾ പോകുന്നു എന്ന് നാട്ടിലുള്ളവരും മുഖ്യമന്ത്രിയാകാൻ പോകുന്ന VD സതീശനും കൂടെ നിൽക്കാൻ പോകുന്ന മന്ത്രിമാരുമൊക്കെ മനസ്സിലാക്കണമെന്ന് ദുബായ് വാർത്തയും ഈ രാത്രി ഓർമ്മിപ്പിക്കുന്നു.
Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Suud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature Abu Shagara Sharjah.